ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇട്ടതൊരു 7 മണിയൊക്കെ ആകുമ്പോഴാണ്. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് ഡിലീറ്റ് ആക്കി. രാത്രി തന്നെ ഡിലീറ്റ് ആക്കിയിട്ടോ, ഇന്നലെ തന്നെ. അപ്പോൾ അത് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഡിലീറ്റ് ആക്കിയതെന്നുള്ള കമൻസ് ആയിട്ടും അതേപോലെ പേഴ്സണലായിട്ടും എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയേണ്ടതായിട്ടുള്ള കടമ എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊരു ഉദ്ദേശം എനിക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്, അതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ കണ്ടാണ്. അപ്പോൾ അവരും എല്ലാവരും വിചാരിക്കുമല്ലോ എന്താ ഇപ്പം എത്ര പെട്ടെന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും എനിക്ക് പറയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട്. വേറെ ഒന്നും കൊണ്ടല്ല, ആ വീഡിയോ ഇട്ട് രാത്രി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ വേണ്ട എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്ത് കാര്യമാണ് അറിഞ്ഞത്, എവിടെ നിന്നാണ് അറിഞ്ഞത് എന്നൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇതിൻ്റെ പിന്നാലെ പോവാനോ വേറെ ഓരോ കാര്യങ്ങൾക്ക് പോവാനോ ഉള്ള താല്പര്യം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ കുടുംബകാര്യങ്ങൾ ഈ യൂട്യൂബിൽ ആദ്യം മുതലേ കുടുംബകാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുടുംബ പ്രശ്നങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുടുംബകാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും വ്ളോഗായിട്ടൊക്കെ ഇടുന്നത്. പക്ഷെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വലിച്ചഴിച്ച് കൊണ്ടുവന്നത് അവർ തന്നെയാണ്. അപ്പോൾ അത് പരിഹരിക്കേണ്ട ഒരു കടമ അവർക്കാണ്. നമുക്കതിൻ്റെ പിന്നാലെ പോകേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അവർ തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തട്ടെ. അധികവും കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നും നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോ എല്ലാവരും ചെയ്യുന്നത്, വ്ളോഗായിട്ടും എൻ്റർടൈൻമെൻ്റായിട്ടും. അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ അധികം ഇതേപോലുള്ള മീഡിയയിൽ ചർച്ചയ്ക്ക് വെക്കാതിരിക്കുകയാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം. അപ്പോൾ അതങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ അത് ആവശ്യമല്ല. കാരണം ഈ ഒരു പ്രശ്നം കൊണ്ട് നമ്മളെ ഒരുപാട് കമൻസ് കാണുന്നുണ്ട്. യൂട്യൂബ് തുറന്നാൽ അതേ ഉള്ളൂ, അതേപോലെ യൂട്യൂബ് നിർത്തണം, ടിക്ടോക്ക് നിർത്തിയ പോലെ യൂട്യൂബ് നിർത്തണം എന്നൊക്കെ കുറേ കമൻസ് കാണുന്നുണ്ട് കേട്ടോ കുറേ പേരുടെ വീഡിയോയിൽ. അപ്പോൾ കുറേ പേര് അവരവർക്ക് പറ്റുന്ന പോലെ ചെറിയ വീഡിയോസ് ഇട്ടിട്ട് ഇതൊരു വരുമാന മാർഗ്ഗമായിട്ട് കുറച്ച് വീട്ടമ്മമാർ ചെയ്യുന്നുണ്ട്. പലരും പല രീതിയിലും ചെയ്യുന്നുണ്ട്. അസുഖമുള്ളവരും അങ്ങനെ എല്ലാവരും ഒരു വരുമാന മാർഗ്ഗമായിട്ട് യൂട്യൂബ് കാണുന്നുണ്ട്. പലർക്കും ഇത് വെറുതെ കിട്ടുന്ന പൈസ അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷേ ഇതിൻ്റേതായിട്ടുള്ള ഒരു കഷ്ടപ്പാടുണ്ട്. അത് നമുക്ക് ഈ യൂട്യൂബ് ചാനലിൽ വന്നവർക്കാണ് അതിനറിയുള്ളൂ. നമ്മൾ ഓരോ വീഡിയോ ഇടാനും വ്യൂസ് കയറാനും അതേപോലെ തന്നെ അതിനായിട്ടുള്ള വാച്ച് അവർ കയറാനും അത് മോണിറ്റൈസേഷൻ ആവാനും പിന്നെ ഡോളർ കയറാനും അങ്ങനെ ഒരുപാട് കടമ്പകൾ കടക്കണം. അത് കടക്കണമെങ്കിൽ തന്നെ ഭയങ്കര പ്രയാസമാണ്. പിന്നെ ചിലവരുടെ ഭാഗ്യം പെട്ടെന്ന് വൈറലാവുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനും അതിൻ്റേതായിട്ടുള്ള കഷ്ടങ്ങളുണ്ട്. എന്ത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ എനിക്കതേ പറയാനുള്ളൂ. ഈ ഒരു ഇതും വെച്ച് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വെച്ച് ടിക്ടോക്ക് പോലെ യൂട്യൂബ് നിർത്താനുള്ളൊരവസ്ഥ വരുത്തരുത്. അതുകൊണ്ട് ഞാൻ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നതല്ല, എല്ലാവരും മാക്സിമം എല്ലാവരും ഇങ്ങനത്തെ ഉള്ള കുടുംബത്തിൻ്റെ ഓരോ പ്രശ്നങ്ങൾ ഇട്ടിട്ട് ചർച്ച ചെയ്യാതിരിക്കുക. യൂട്യൂബിൽ അതൊരു മോശമാക്കാതിരിക്കുക. ഒരുപാട് പേര് പ്രതീക്ഷയോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാതാക്കാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാക്സിമം അവർ തമ്മിൽ തീർക്കട്ടെ, നമ്മൾ അതിൻ്റെ പിന്നാലെ പോകാതിരിക്കുകയാണ് നല്ലത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ബാഡ് കമൻസും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരോട്, ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ വീഡിയോ ഇട്ടിട്ടുള്ള വാച്ച് അവർ വേണ്ടാന്ന് തോന്നി. അപ്പോൾ വീഡിയോ ഇട്ട അപ്പോൾ തന്നെ വീഡിയോ നമ്മൾ ഡിലീറ്റ് ആക്കിയപ്പോൾ തന്നെ വാച്ച് അവർ പോകട്ടോ, അത് കയറില്ല. പക്ഷേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരിൻ്റെ അവിടെ തന്നെ ഉണ്ടാവും, സബ്സ്ക്രൈബേഴ്സ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലൊന്നും അല്ല. നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു അഭിപ്രായം പറയണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ ബാക്കി കുറച്ച് വീഡിയോസ് ഉണ്ട്.
നമ്മളെ ചെറിയ വീഡിയോസ്, നമ്മളേതായിട്ടുള്ള ഒരു കഴിവ് വെച്ചിട്ട് ചെയ്യുന്ന കുറച്ച് വീഡിയോസ്, അത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മുന്നോട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോ മാത്രം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തോളൂ, നമുക്കൊരു പ്രശ്നവുമില്ല. അതല്ല, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണം തന്നെയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളൂ. ഞാൻ ഈ വീഡിയോ ഇടുന്നത് മൂലം ആരെയും കുറ്റപ്പെടുത്തുന്നുമല്ല, ആരെയും പൊക്കി പറയുന്നു ഒന്നുമല്ല, സപ്പോർട്ട് ചെയ്യുന്നുമല്ല, കുറ്റപ്പെടുത്തുന്നുമല്ല, ഒന്നുമല്ല. ഒരു ഉദ്ദേശവും എനിക്കില്ല. എനിക്ക് റീച്ച് കൂടണമെന്നോ വ്യൂസ് കൂടണമെന്നോ അങ്ങനത്തെ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഒരു വീഡിയോ പെട്ടെന്ന് നമ്മൾ ഇട്ട് കുറച്ചൊരു 15-16K ഒക്കെ ആയിരുന്നു അത്രയും നേരം കൊണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർ കണ്ട വീഡിയോസാണ്. അപ്പോൾ നമ്മളെ ചാനലിൽ അത് പെട്ടെന്ന് ഡിലീറ്റായി പോകുമ്പോൾ നമ്മളാണെങ്കിലും, ഇപ്പോൾ ഞാനാണെങ്കിലും ഒരു വീഡിയോ കണ്ട് പെട്ടെന്ന് ഡിലീറ്റായി പോകുമ്പോൾ എന്താണാവോ വിചാരിക്കും. അപ്പോൾ അത് പറയേണ്ട കടമ എനിക്കുണ്ട്, കാരണം എൻ്റെ ചാനലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്, അതിൻ്റെ ഒരു കടമ തീർക്കാനായിട്ട്. നമുക്ക് വേറെ ഒരു കാര്യമില്ല. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. അധികം ഈ പ്രശ്നങ്ങൾ വലിച്ചു നീട്ടാണ്ട് ഈ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഇതാക്കാതിരിക്കുക യൂട്യൂബിൽ. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയിക്കാം. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി. എൻ്റെ ഈ ചാനലിട്ടൊരു വീഡിയോ ആണല്ലോ, ഡിലീറ്റ് ആക്കിയ വീഡിയോ ആണല്ലോ, അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരണമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. ഇതിൻ്റേതായിട്ടുള്ള ചുറ്റിത്തിരിഞ്ഞ് ഇനിയും വീഡിയോ ചെയ്യാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതിൻ്റെ പിന്നാലെ പോവാതിരിക്കട്ടെ, ഇതിനായിട്ടുള്ള ചുറ്റിപ്പറ്റാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.